ഹേയ് ഹലോ, നമ്മളൊരു 7 ഡേ സ്കിൻ കെയർ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അതിൻ്റെ 5th ഡേ ആണ്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു, നമ്മൾ മുൻപ് ഒരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ബീട്രൂട്ട് ക്യാരറ്റൊക്കെ വെച്ചിട്ട് നമ്മളൊരു പാക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ അതാണ് ഞാൻ ഇന്നത്തെ ഡേയിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ ഉണ്ടാക്കാന്നുള്ളതെല്ലാം നമുക്ക് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ 4th ഡേ വരെ ഫോളോ ചെയ്തവർക്കെല്ലാം നല്ല രീതിയിൽ സ്കിന്നിന് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലോട്ട് പോവാം. അപ്പം അതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബീട്രൂട്ടിന് എടുത്തുണ്ട്, പിന്നെ 2 ക്യാരറ്റാണ് എടുത്തുള്ളത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ തൊലിയെല്ലാം കളഞ്ഞിട്ട് ജസ്റ്റ് മിക്സിയിലിട്ട് അടിക്കുക. 2 സെപ്പറേറ്റ് ആയിട്ട് അടിക്കുന്നവർക്ക് 2 സെപ്പറേറ്റ് അടിക്കാം, മിക്സ് ചെയ്ത് അടിക്കുന്നവർക്ക് മിക്സ് ആയിട്ട് അടിക്കട്ടെ. ഞാൻ സെപ്പറേറ്റ് ആയിട്ടാണ് അടിക്കാറ്, കാരണം എനിക്ക് ഈ ബീട്രൂട്ടിൻ്റെ ഇത് വേറെ ലിപ് കെയർ വീഡിയോസൊക്കെ ചെയ്യാനൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് ആണ് അടിക്കണത്. നമുക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ട് മിക്സിയിലിട്ട് അടിച്ച് അപ്പോൾ ഞാൻ ഇത് രണ്ട് ഗ്ലാസ്സിലായിട്ട് അടിച്ചുകൊണ്ടുവന്നത് നിങ്ങൾക്കത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഇത് ക്യാരറ്റിൻ്റെ ജ്യൂസ്, ഇത് ബീട്രൂട്ടിൻ്റെ കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കറക്റ്റ് അളവിന് തന്നെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നത് കേട്ടോ. മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഇതേ അളവിൽ തന്നെ ക്യാരറ്റിൻ്റെ ജ്യൂസ് ഇടണം. നമ്മൾ ഇതളവിൽ തന്നെ ക്യാരറ്റ് ഇടുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ഗ്ലിസറിനാണ്. ഗ്ലിസറിൻ ഫേസിന് ചേരാത്തവരാണെങ്കിൽ അത് ഉപയോഗിക്കേണ്ട, പകരം വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിന് മറ്റൊരു പച്ച കളറുള്ള ക്യാപ്സ്യൂൾ അത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. ഞാനിപ്പോൾ ഗ്ലിസറിനാണ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇതിന് സ്മെല്ല് ഇഷ്ടമല്ല. കുറച്ച് ഗ്ലിസറിൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മുടെ ലെമൺ ജ്യൂസ്, ചെറുനാരങ്ങ പിഴിഞ്ഞ് ഒഴിക്കണം. അതും അലർജി ഉള്ളവർ അതും സ്കിപ്പാക്കിക്കോ കേട്ടോ. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഗ്ലിസറിൻ അലർജിയാണ്, വിറ്റാമിൻ ഇ അലർജിയാണ്, ഇനി നമ്മുടെ ലെമൺ അലർജി ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂടെ ജസ്റ്റ് റോസ് വാട്ടർ മാത്രം മിക്സ് ചെയ്തിട്ട്, കൂടെ മുൾത്താനിമുട്ടി കൂടെ ആഡ് ചെയ്യണം നല്ലതാണ്. അപ്പോൾ റോസ് വാട്ടർ കൂടെ മാത്രം മിക്സ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്താലും നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ. അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് ലെമൺ ജ്യൂസാണ് ആഡ് ചെയ്യണത്. എന്നിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യുക. ശരിക്കിത് ഞാൻ ഉണ്ടാക്കിയ പാക്കല്ല കേട്ടോ, ഇത് അമ്മയുടെ കണ്ടുപിടുത്തമാണ്. അമ്മ ഇത് ഒരുപാട് നാളുകളായി ഉപയോഗിക്കണേ. അപ്പം ഞാനിത് എന്നോടൊന്ന് ഉപയോഗിച്ച് നോക്കാൻ പറഞ്ഞപ്പോഴാണ്, ഒരു ടൈമിൽ ഭയങ്കര ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ ഫേസ് ഒന്നും ശ്രദ്ധിക്കൽ കുറവായിരുന്നു. അപ്പോൾ അമ്മ ഇതൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ റിസൾട്ട് മനസ്സിലായപ്പോഴാണ് ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ചോദിച്ചത്. അപ്പോഴാണ് പറഞ്ഞത്. അപ്പം ഞാൻ വെച്ച് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ച് മിക്സ് ആക്കിയിട്ടുണ്ട് നല്ലോണം. ഇത് നമുക്ക് എത്ര നാൾ വേണമെങ്കിലും, ഇവിടെ ഇതൊരു 2 വീക്സിനുള്ളതൊക്കെ ഉണ്ടാക്കി വെക്കാറുണ്ട്. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് യൂസ് ചെയ്യാറുണ്ട്. ഒന്നരാടൊക്കെ ആയിട്ട് അമ്മ യൂസ് ചെയ്യാറുണ്ട്. ഞാൻ പിന്നെ എനിക്ക് മടി ആയതുകൊണ്ട് വീക്കിലി ഇവിടെ ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്നാൽ മാത്രമേ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതൊരു ലെയറും കൂടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും കേട്ടോ. ഇപ്പം എന്നാ കണ്ടില്ലേ, ശരിക്കും ഫേസിൽ ഇതാവണില്ല. അപ്പം നമുക്ക് എല്ലാം കൂടെ കഴിഞ്ഞ് ഒരു ലെയറും കൂടെ അപ്ലൈ ചെയ്യാം. ഞാൻ റൂമിൽ നിന്ന് വീഡിയോ എടുക്കുന്നതുകൊണ്ടേ ഇവിടെ അമ്മ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ മുഴുവൻ ഫേസ് പാക്കിൻ്റെ സംഭവങ്ങളായിരിക്കും. എനിക്ക് എന്നും ചീത്തയാണ്. കുറച്ചും കൂടെ കട്ടിയിലാക്കാട്ടെ. ഇത് കുറച്ചുകൂടെ വെള്ളം പോലെയായി. കുറച്ചും കൂടെ ജ്യൂസാവരുത്. കുറച്ച് കട്ടിയിലെടുത്താൽ ഇങ്ങനെ ഒലിച്ച് വരില്ല. ഞാൻ പിന്നെ ലിപ് കെയർ വീഡിയോ കൂടെ ചെയ്യാനുള്ളതുകൊണ്ട് കുറച്ച് ജ്യൂസ് പോലെ ആക്കി. ഇത്ര ശരിക്കും ജ്യൂസ് അതിൽ ആക്കണ്ട, കുറച്ച് കട്ടിയിൽ തന്നെ ആക്കിയാൽ മതി. ഇങ്ങനെ കണ്ണിൻ്റെ അടിയിലൂടെ അപ്ലൈ ചെയ്യാം. നല്ലതാണ്, ബീട്രൂട്ടൊക്കെ ആയതുകൊണ്ട്. കണ്ണിൻ്റെ ഉള്ളിൽ പോയി. ചുണ്ടിലും അപ്ലൈ ചെയ്യാം കേട്ടോ. കഴുത്തിലെനിക്ക് ശരിക്കും അപ്ലൈ ചെയ്യാൻ പറ്റില്ല, കാരണം ഈ ടീഷർട്ട്
ബീട്രൂട്ട് ആയതുകൊണ്ട് അപ്പം നിങ്ങൾ ഒരു പഴയ എന്തെങ്കിലും ഡ്രസ്സ് ഇട്ടിട്ട് മാത്രമേ ഈ പാക്ക് അപ്ലൈ ചെയ്താൽ മതി. ബീട്രൂട്ടാണ്, കറ പോവില്ല. എല്ലാം അങ്ങനെ നല്ല ഡ്രസ്സ്. മുൻപത്തെ വീഡിയോസ് ഞാൻ ഈ പാക്കിലിട്ട് ആ ഡ്രസ്സ് അങ്ങനെ നാശമായി. ഞാൻ പിന്നെ കണ്ടിന്യൂസ്ലി ഇപ്പോൾ വീഡിയോ ഇടുന്നത് വളരെ കുറവാണ്. കാരണം ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഓരോ രോഗങ്ങളൊക്കെ വന്ന് ഭയങ്കര ടയേർഡാവാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂറ്റി പോവാണ് എൻ്റെ ആ വീഡിയോസ് ഇടുന്നതിൻ്റെ. അപ്പോൾ സൗണ്ടൊക്കെ ഒന്ന് ശരിയായി വന്നുള്ളൂ. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ പ്രശ്നങ്ങളായി വരും. ഒന്ന് കഴിയുമ്പോൾ ഒന്നെന്ന് പറയില്ലേ, അതുപോലെ. God. കുറേ എടുത്തിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യും. ടൈലിൻ്റെ അവസ്ഥ ഫുൾ ബീട്രൂട്ടായി. ഇനി വൃത്തിയാക്കണം. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഒരു ലെയറും കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഡ്രൈ ആയിട്ടുണ്ട്. ഞാൻ ഒരു വട്ടം കൂടെ അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു വട്ടം കൂടെ അപ്ലൈ ചെയ്യാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെതായിട്ട് നമുക്ക് ഫേസ് വാഷ് ചെയ്യാം, ഫേസ് വാഷ് ചെയ്ത് കളയാം. അപ്പം ഞാൻ ഒരു വട്ടം അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതിന് മുൻപ് വേറൊരു വീഡിയോ എടുക്കാനായിട്ട് വേറൊരു പാക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ എല്ലാം കൂടെ സ്കിന്നിലേക്ക് ഇത് കൊടുക്കണ്ടെന്ന് വെച്ചിട്ട് ഞാൻ ഒരു വട്ടം അപ്ലൈ ചെയ്തിട്ടുള്ളൂ. നമുക്കൊന്ന് വാഷ് ഓഫ് ചെയ്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ടാണ് ഇപ്പോൾ ഇത് കാണുന്നത് കേട്ടോ. അപ്പോൾ ഒറ്റ യൂസിൽ തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. ഇത് നിങ്ങളൊരു വീക്കിലി ഒരു 3-4 ടൈംസൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല റിസൾട്ട് ഇതിനുണ്ടാവും. ഗ്ലിസറിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലാണ് കുറച്ചുകൂടെ നല്ല റിസൾട്ട് കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. കാരണം ഗ്ലിസറിൻ്റെ ഉപയോഗം ഞാൻ പറയാതെ തന്നെ കുറേ പേർക്ക് മനസ്സിലാവും. നമ്മുടെ സ്കിന്ന് ലൈറ്റനിങ് ആക്കാനായിട്ടാണെങ്കിലും ഈ ഡാർക്ക് സ്പോട്ട്, പിമ്പിൾസ്, ആക്നെനൊക്കെ ഒന്ന് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ ഗ്ലിസറിൻ അത്രയും ഹെൽപ്പ് ചെയ്യുന്നത് ഒരു പ്രൊഡക്റ്റല്ല, ഗ്ലിസറിൻ അത്രയും ഹെൽപ്ഫുള്ളാണ്. അതുമാത്രമല്ല ഇപ്പോൾ ഡാർക്കായിട്ടുള്ള ലിപ്സ് ആണെങ്കിൽ ഡാർക്ക് സർക്കിൾസ് ഉള്ളവർക്കൊക്കെ ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഓവർനൈറ്റൊക്കെ ഗ്ലിസറിൻ റോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ട് യൂസ് ചെയ്യട്ടോ. അതൊക്കെ അത്രയും നല്ല റിസൾട്ടാണ്. നമ്മുടെ 7 ഡേയ്സ് സ്കിൻ കെയർ ചാലഞ്ചിൻ്റെ ബാക്കിയുള്ള വീഡിയോസ് ഒന്നും കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കയറി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. കറണ്ട് പോയി 4 ദിവസം വരെയുള്ള വീഡിയോസ് നമ്മളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ഈ പാക്ക് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട്. എന്നാലാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ടിപ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഓക്കെ, ബൈ.